മുൻ കടമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഭാഗ്യം കടാക്ഷിക്കുകയാണെങ്കിൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഏറെ ബഹുമാനായ ശ്രീ കെ വി ജയരാജേട്ടൻ, ഏറെ ബഹുമാനായ മുൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ KPCCയുടെ സമാധാനീയനായ മെമ്പർ, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ ബഹുമാനായ DKDFന്റെ മുൻ സംസ്ഥാന കമ്മിറ്റിയുടെ കരുത്തനായ നേതാവ് ശ്രീ MP ശ്രീധരൻ, ജയരാജൻ മാഷ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സർവാധികാരായ ജനറൽ സെക്രട്ടറിമാർ, പുതുക്കുടി ശ്രീധരൻ ഉൾപ്പെടെ രാജീവ് മാഷ് ഉൾപ്പെടെ ബഹുമാന്യരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും അറിയുന്നത് പോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ മമ്പറം ടൗണിൽ അസാധാരണമായ അക്രമ സംഭവം ഉണ്ടായതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു യോഗം നമുക്ക് വെക്കേണ്ടി വന്നത്. നമുക്കറിയാം, ധർമ്മടക്കം പരിസര പ്രദേശങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി തെരുവുനായ ശല്യമുണ്ട്. മഴപ്പിലങ്ങാട് മിണ്ടാപ്രാണിയായ പറയുന്നത് തെറ്റില്ല, കാരണം സംസാരശേഷിയില്ലാത്ത, കേൾവി ശേഷിയില്ലാത്ത ഒരു കുട്ടിയെയാണ് തെരുവുനായ കഴിച്ചുകൊണ്ടത്. നമ്മളതിൽ പ്രതിഷേധിച്ചൊന്ന് ഉപരോധമടക്കം നടത്തിയിട്ടുണ്ട്. ആ കേസിൽ ഞാനും പ്രതിയാണ്, ബഹുമാനായ DC പ്രസിഡന്റ് ഉൾപ്പെടെ. ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം തെരുവുനായ ശല്യം രൂക്ഷമായി. പക്ഷേ പ്രത്യക്ഷത്തിൽ ആ തെരുവുനായ ശല്യം ഏറ്റവും പ്രകടമായി നമ്മൾ കണ്ടത് തെരഞ്ഞെടുപ്പിന് ശേഷം മമ്പറം ടൗണിൽ പ്രിയപ്പെട്ട നരേന്ദ്രബാബുവേട്ടനും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി ഷീനയും നിന്നിരുന്ന അവരുടെ സ്ഥാപനത്തിൽ കയറി ഒരു തെരുവുനായ അക്രമം നമ്മൾ കണ്ടു. ഞാൻ ചന്ദ്രേട്ടൻ പറഞ്ഞതിനെ കോട്ടയിൽ തന്നെയാണ് പറഞ്ഞത്. ചന്ദ്രേട്ടൻ പറഞ്ഞു, മനുഷ്യർക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഇവരെന്തിനാണ് മാസ്ക് ഇട്ടത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ അതിന്റെ വീഡിയോ എന്റെ ഫേസ്ബുക്കിൽ എടുത്ത് ഞാൻ പറഞ്ഞു, മമ്പറം ടൗണിൽ തെരുവ് പട്ടികളുടെ അക്രമം കൊണ്ട് തിരിച്ചറിയാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. ജനങ്ങൾ ഏറ്റെടുത്തു. ആയിരക്കണക്കിന് ആളുകളാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തത്. അവസാനം കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ പത്രത്തിൽ ഇവരുടെയൊക്കെ മുഖം ഇങ്ങനെ നല്ല വ്യക്തമായി കാണുന്നു. ഞാൻ പറഞ്ഞത് ബോധപൂർവം തന്നെയാണ്. എന്തൊരു അക്രമമാണ് ഇവരെന്താ കരുതിയത്? മമ്പറം പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ഇടവേറിയ ബന്ധമുള്ള ഒരു നാട്ടിൽ വന്നിട്ട് ഈ 4 or 5 ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവർ വന്ന് പ്രിയപ്പെട്ട നരേന്ദ്രബാബുവേട്ടന്റെ ആ ജനസേവന കേന്ദ്രം അടിച്ച് തകർത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് ക്രൂരമായി ചെകിട്ടടിച്ച്, അദ്ദേഹത്തിന്റെ മുഖത്തടിച്ച്, അദ്ദേഹത്തിന്റെ തലക്കടിച്ച്, അദ്ദേഹത്തിന്റെ ശരീരമാസകലം വന്നിട്ട് അദ്ദേഹത്തെ വലിച്ചു പുറത്തിട്ട് പ്രതികരിക്കാൻ നിന്ന നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീമതി ഷീനയെയും മറ്റുള്ളവരെയും അവരെയും സ്ത്രീത്വത്തെ പോലും ബഹുമാനിക്കാതെ അവരെയും ആക്രമിച്ച് അവസാനം പുറത്തേക്ക് വലിച്ചിട്ട് അതിമാരകമായി ആൾക്കൂട്ട വിചാരണ നടത്തി ഇത്ര വലിയൊരു അക്രമം നടത്തിയിട്ട് ഈ നാട്ടിൽ കോൺഗ്രസ് ഒന്ന് ഭയന്നു പോകുമെന്നവർ കരുതിയോ? അന്നൊരു പ്രതിഷേധം നമ്മൾ നടത്തി. തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം ഈ 100 കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ ഇതുപോലെ സത്യാഗ്രഹത്തിനെത്തിയിരിക്കുകയാണ്. മമ്പലം ടൗണിൽ കോൺഗ്രസിനെ ഭയപ്പെടുത്താമെന്ന് ഏതെങ്കിലും CPM-കാരൻ കരുതുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി എന്ന് വിളിച്ചു പറയാൻ തന്നെയാണ് ഈ കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും ഇവിടെ ഈ സത്യാഗ്രഹ സമരം ഇരിക്കുന്നത്. 1000 പോരാട്ടം ഞങ്ങൾക്ക് അറിയാനിട്ടല്ല. ദിവാകരൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, തലമുറ നേതാക്കന്മാർ ഇരിക്കുന്നുണ്ട്. സഖാക്കൾക്ക് നല്ല ബോധവും ബോധ്യമുണ്ടെങ്കിൽ AK ബാലന്റെ പഴയകാല വീഡിയോകളും എടുത്ത് നോക്കണം. അതിലൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, മമ്പലം ടൗണിൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു കാലമുണ്ടായിരുന്നു. ഞാനും ജനിച്ചിട്ടില്ല. മമ്പലം ടൗണിൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു കാലമുണ്ടായിരുന്നു.
സഖാവ് AKG വരെ ജാതിയുമായി കടന്നു വന്ന് മമ്പറം ടൗണിൽ നിന്ന് അടികൊണ്ട് അവസാനം ജാതി ഉപേക്ഷിച്ച് AKG മുണ്ട് വലിച്ചോടേണ്ടി വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AKG പിന്മുറക്കാരോട് നിങ്ങൾ പറയുന്നു, ഈ ഇരിക്കുന്ന സഹനത്തിന്റെ സമരത്തിന്റെ ത്യാഗത്തിന്റെ ഈ സമരരൂപം ഞങ്ങളുടെ ദൗർബല്യമായി കാണേണ്ട കണക്കാക്കേണ്ട നിങ്ങൾ AKG പിന്മുറക്കാരോടും ആ ഭാഷയും ആ രീതിയും ഉപയോഗിക്കേണ്ടി വരുമെന്നുള്ളത് താക്കീരിന്റെ സ്വരത്തിലല്ല, വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ ഈ യോഗത്തിലെത്തിയ പ്രതിഷേധത്തിൽ വെച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. കോൺഗ്രസിനോട് ഒന്നിച്ചു പോയിട്ടില്ല. നിയമസഭയിൽ മത്സരിച്ച ദിവാകരൻ തന്നെ ഈ മമ്പലം ടൗണിൽ മത്സരിച്ച് ഈ മമ്പലത്ത് കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം എത്രയാണെന്ന്, ജനമണ്ഡലം എത്രയാണെന്ന്, എത്ര കോൺഗ്രസ് പ്രവർത്തകർ കൂടിയുണ്ട് എന്ന് ഈ നാടകത്ത് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷമാണ് ഇവിടെ ചേർന്നിരിക്കുന്നത്. മമ്പലത്തിന് ഒരു മനസ്സേ ഉള്ളൂ, ആ മനസ്സ് കോൺഗ്രസിനോടൊപ്പമാണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് നടത്തി നാടകം ഞങ്ങൾ തെളിയിച്ചു. പിണറായി വിജയന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിൽ 4 നിന്ന് 7 പഞ്ചായത്ത് മെമ്പർ വിജയിപ്പിക്കാൻ കരുത്തുള്ള ഒരു മുന്നണിയാണ് ഐക്യജനാധിപത്യ മുന്നണി. ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ പറമ്പായി വന്നതാണ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പോയ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികൾ, എനിക്കുണ്ട് അങ്ങനെ വളരെ ചുരുക്ക സ്ഥാനാർത്ഥികൾ, അദ്ദേഹം കള്ളവോട്ടിനോട് അശാസ്ത്രീയമായ ഈ പറയുന്ന ഡീലിമിറ്റേഷനോട് തോറ്റുപോയതാണ്. ഇപ്രാവശ്യം ഞാൻ പോയ 90% സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. പറമ്പായി തന്നെ ഒഴുക്കുകൊണ്ടുപോയ 2 സ്ഥാനാർത്ഥികൾ അല്ലേ, ഒന്ന് നമ്മുടെ കദീബിയും ആരെയും കുറിച്ച് പേരുണ്ടാവും. 2 ആളെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചത് ഞാനാണ്. ജയരാമനിലേക്കും പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതല്ല, പറമ്പായി 2 വാർഡുകൾ ഉൾപ്പെടെ ഞാൻ അറിഞ്ഞിടത്തോളം പിണറായി വിജയന്റെ വീടിരിക്കുന്ന കോളാലൂർ വാർഡിനകത്ത് പിണറായി വിജയന്റെ ഏതാനും വാർഡുകളുണ്ട്. 32 വോട്ടുകൾക്കാണ് ഐക്യജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടത്. കേവലം 32. ഒരു 16 വോട്ടുകൾ ഇങ്ങോട്ട് മറിഞ്ഞിരുന്നെങ്കിൽ പിണറായി വിജയന്റെ വാർഡ് മെമ്പർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവാകുമായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. അതിലേക്കാണ് വരുന്നത്. ഞാൻ ഒരു ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുമ്പോഴുണ്ട് അസാധാരണമാംവിധം CPM-ന്റെ സഖാക്കളുടെ എല്ലാവരുടെയും ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റ്, അവരുടെ ഒരു വനിത കയറി വന്നു. ആരാ വനിത? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയിട്ട് പിണറായി വിജയന്റെ ഭാര്യ ഒരു ദിവസക്കാലം 70-ലധികം വീടുകൾ കയറി എന്ന് പറയുമ്പോ നിങ്ങളുടെ അടിത്തറയല്ല, നിങ്ങളുടെ ആടിക്കല് ഈ വേഗാനും പിണറായിയും ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ തെളിവ്. പിണറായി വിജയന്റെ ഭാര്യ ഇങ്ങനെ കൈകൂപ്പി നിന്ന് യാചിക്കുകയാണ്. കമലാവിനെ മുമ്പ് പോകുന്ന ലോക്കൽ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ആ വീഡിയോയിൽ കാണുന്നത് ഇങ്ങനെ പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഭാര്യയായിരുന്നു ഒട്ടോ തമ്പ്രാട്ടി എന്ന് പറയും, തമ്പുരാട്ടി എന്ന് പറയും. അതിനൊരു ധാരണയുണ്ട്, കേരളം എന്ന കോലം വായാവുന്ന തമ്പ്രാനാണ് പിണറായി വിജയൻ. അതാണ് CPM-കാരുടെ പൊതുവെ ധാരണ. ആ തമ്പുരാന്റെ ഭാര്യ തമ്പുരാട്ടിയെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ട് ആ 32 വോട്ടുകൾക്ക് 4 കെട്ട് വിജയിക്കേണ്ടി വന്നെങ്കിൽ ഓഫർ കൊടുത്തിട്ടുണ്ട്. ആരാ വരുന്നത്? മുഖ്യമന്ത്രിയുടെ ഭാര്യയാണ്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാര്യ വീടിനകത്ത് കയറി വന്നിട്ട് പറയാണ്, എന്താവശ്യത്തിനും എന്താ പറയാ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞാനിവിടെ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയാണ്. അനധികൃതമായ വാഗ്ദാനങ്ങൾ അല്ലേ, അങ്ങനെ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നില്ല എങ്കിൽ പിണറായി വിജയന്റെ വാർഡ് മെമ്പറും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവാകുമായിരുന്നു. ആ വാർഡും വലിയ ജനപിന്തുണ ഉണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. വലിയ ജനകീയ പിന്തുണയാണ് LDF-ന്റെ ജനകീയ അടിത്തറ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഇവർ അവകാശപ്പെടുന്നത്. പിണറായി വിജയന്റെ വീടിരിക്കുന്ന വാർഡിനകത്ത് ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം 36 വോട്ട് എന്നുള്ളത് ഈ നാട്ടിലെ ഇടതുപക്ഷ സഖാക്കൾ മനസ്സിലാക്കിക്കോ. ജില്ലാ സെക്രട്ടറിയുണ്ട് KK രാജേഷ്. ആ KK രാജേഷിന് മുണ്ടേരിയിൽ അവരുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ടണൽ വഴി പോകേണ്ടി വരും. കാരണം ഓഫീസ് ഇറങ്ങിയാൽ ആ വാർഡ് BJP, തൊട്ടിപ്പുറം നായകർ വാർഡ് കോൺഗ്രസ്, അങ്ങനെപ്പുറം നേരെ ചൊവ്വ വാർഡിനകത്ത് വീണ്ടും അങ്ങനെ വന്നു ആ പോകുന്ന വഴിയിലല്ല സ്വന്തം വാർഡിൽ സഹോദരന്റെ ഭാര്യയെ നിർത്തിയിട്ട് പോലും അവിടെയും തോറ്റിട്ട് മുണ്ടേരി പഞ്ചായത്ത് ഒരു പക്ഷേ ഭാഗ്യ പരീക്ഷണം
UDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവാൻ വേണ്ടി പോവാണ്. എവിടെയാണ് അടിത്തറ തകരാത്തത്? ഈ ഭരണത്തെ നിയന്ത്രിക്കുന്ന പി ശശിയുടെ വീടിരിക്കുന്നത് വെള്ളശ്ശേരി പഞ്ചായത്തിന്റെ മുണ്ടകളാണ്. ഇവിടെ ഇരിക്കുന്നവന്റെ പുറകിൽ വേറെ മുഖേശ്ശേരി കാലത്തിന്റെ കാവലി പോലെ 3 തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് മുണ്ടയുടെ സ്കൂളിനകത്ത് ആട്ടിച്ച് ഇനിയവൻ ചത്ത എന്നെ അടിക്കണ്ട എന്ന് സഖാക്കള് ആരാധന വിളിച്ചു പറഞ്ഞു. മരം മുളപ്പിച്ചിട്ട് ആ ശരീരത്തിന് ആസകരം പടികൊണ്ട് പൊട്ടിയുണ്ട് കൈകൊണ്ട് അടിച്ച് ചവിട്ടിക്കൂട്ടി മരിച്ചു എന്ന് പറഞ്ഞ് എടുത്ത കുഞ്ഞിട്ട് പോയ ജയറാം പൊതുവാശ്ശേരി അന്ന് ദൈവത്തെ ജയറാമട്ടനെന്ന് മൂത്തിരുന്നത് അന്ന് പൊതുവാശ്ശേരി വാർഡ് അന്ന് ഐക്യജനാധിപത്യം വേണ്ടി മുസ്ലിം രാജ്യമായി ജയിക്കുന്നത് പുന്നക്കൽ ചുവയിലൂടെയാണ്. എന്റെ ബാല്യപിതാവിന്റെ വരുവാണ്. ആ പുന്നക്കൽ ചുവയ്ക്ക് വേണ്ടി അത്ര ക്രൂരമായ മർദ്ദനമേറ്റ 2ാം വാർഡിലെ പുതിയ വിഭജനം നടന്നെങ്കിലും പി ശശിയുടെ ജന്മദേശം ഉൾപ്പെടുന്ന ആ മുണ്ടയുടെ വെള്ളശ്ശേരി പഞ്ചായത്തിനകത്ത് ആ വാർഡിൽ അതേ പുന്നക്കൽ ചുവയ്യ തൊപ്പിപ്പുറം പൊതുവാശ്ശേരി വാർഡിനകത്ത് 580 വോട്ടുകൾ ജയിക്കുമ്പോ 1ാം വാർഡിന് തൊട്ടുപിറകെ ഈ തന്നെ ജീവത്വമാക്കിയ ആ പ്രദേശം ഉൾപ്പെടുന്ന സഖാക്കളെ മെമ്പറായിട്ട് ഈ ആ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്തിനകത്ത് ജയറാം പൊതുവാശ്ശേരി എന്ന മെമ്പർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. 4 വാർഡുകളാണ് വെള്ളശ്ശേരി ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രിയപ്പെട്ട സുരേഷൻ ഉൾപ്പെടെ. ഏത് പഞ്ചായത്തിലാണ് മുന്നേറ്റം ഉണ്ടാകാത്തത്? ഈ ജില്ലക്കകത്ത് ഇടതുപക്ഷ ശക്തി കേന്ദ്രങ്ങളിലേക്ക് മുഴുവൻ എന്താ പറയാ ഒരു തിരമാല പോലെ അടിച്ചു കയറാൻ വേണ്ടി ഐക്യജനാധിപത്യം വേണ്ടി സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട നരേന്ദ്രബാബുവിനെ ആക്രമിച്ച തെരുവ് തെമ്മാടികളോട് ഈ നാട്ടിലെ തെരുവ് നായ്ക്കളോട് ഞങ്ങൾ പറയാണ്, നിങ്ങൾ ആ വാർഡിലേക്ക് ജയിക്കാൻ കഴിഞ്ഞോ? ആ വാർഡിലേക്ക് കമ്മ്യൂണിസ്റ്റ് പതാക ഉയർത്തിയിട്ട് ഒരു പ്രകടനം നടത്താൻ കഴിഞ്ഞോ? ഞാൻ പറയുന്ന കേസിലെ പ്രതികളുടെ മുഴുവൻ ലുക്കൌട്ട് നോട്ടീസ് പോലെ ഈ പഞ്ചായത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും അവരുടെ ചിത്രമൊട്ടിക്കുന്ന ഈ ക്രിമിനലുകൾ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ. ഒരു സ്ത്രീയെ പോലും തെറിവിളിച്ച് ആക്ഷേപിച്ച് അവരെ ആക്രമിച്ച് മമ്മളം ടൗണ് പോലെ ഒരു ടൗണിനകത്ത് വന്നിട്ട് ഇത്ര ഭീകരമായ അക്രമം നടത്താൻ ഈ തയ്യാറെടുത്ത വേങ്ങാട് പഞ്ചായത്ത് ഈ തെരുവ് പട്ടികയുടെ ചിത്രം അവന്റെ വീട്ടിൽ ഒരാൾ കയറിപ്പോകാൻ പറ്റാത്ത രീതിയിൽ അറപ്പോടെ വെറുപ്പോടെ മാത്രമേ ഈ തെരുവ് CPMന്റെ തെരുവ് തെമ്മാടികളെ കാണാൻ നമുക്ക് സാധിക്കുള്ളൂ. അവരെ കല്യാണത്തിന് വിളിക്കുന്നതിൽ നിന്ന് വേങ്ങാട് ജനത പിന്മാറണം. കുടുംബത്തിൽ പോലും വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത CPMന്റെ ഈ തെരുവ് പട്ടികളെ ഈ നാട് രാഷ്ട്രീയ പ്രശ്നത്തെക്കുറിച്ച് മാറ്റിയെത്തണം എന്ന അഭ്യർത്ഥനയാണ് ഈ പൊതുയോഗത്തിലൂടെ ഇന്ത്യൻ കോൺഗ്രസിന് പറയാനുള്ളത്. ഈ പകൽ നേരം വന്നിട്ട് ഇതുപോലെ ഒരു സ്ഥാപനം അടിച്ച് തകർത്ത് ആ സ്ഥാപനത്തിലുള്ള പ്രിയപ്പെട്ട നരേന്ദ്രബാബുവിനെ ഞങ്ങളിക്കണോ? രാഷ്ട്രീയ വിദേശമുണ്ടായില്ലെങ്കിൽ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുമ്പോൾ ഏറ്റുമുട്ടൽ സ്വാഭാവികമാണ്. ബൂത്തിലിരിക്കുമ്പോൾ ഏറ്റുമുട്ടൽ സ്വാഭാവികമാണ്. കള്ളവോട്ട് ചെയ്യുമ്പോൾ ഏറ്റുമുട്ടൽ സ്വാഭാവികമാണ്. രാഷ്ട്രീയ രംഗത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനകത്ത് വന്നിട്ട് തൊഴിലിനകത്ത് വന്നിട്ട് ആക്രമിക്കുക കമ്മാടികളാണ്. ഇന്ന് വരെ വേങ്ങാടിലെ CPMന്റെ ലോക്കൽ കമ്മിറ്റി ഒരക്ഷരം മുണ്ടിയിട്ടുണ്ടോ ഈ കാര്യത്തിനകത്ത്? ഈ തെരുവ് പട്ടിക പിടിച്ചപ്പോ പോലീസ് പിടിക്കേണ്ടി വന്നു. ഇവിടുത്തെ പോലീസിന്റെ നിറവും മുഖവും രൂപവും രാഷ്ട്രീയവും നിങ്ങൾക്കറിയാം. അവസാനം കെട്ടിക്കെട്ടിട്ട് പിടിക്കേണ്ടി വന്ന് അവരെ ഇന്ന് ജയിലിൽ കിടക്കാണ്. ആവശ്യമായ വകുപ്പുകൾ ചേർത്തില്ല. അവർക്ക് എളുപ്പം രക്ഷപ്പെടാവുന്ന വകുപ്പുകൾ മാത്രം ചേർത്തിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് നിയമസഹായം നൽകിയത് മമ്പറത്തെ CPMന്റെ നേതാക്കന്മാരാണ് എന്ന് ആലോചിക്കുമ്പോ ഈ നാട് ലജ്ജിക്കുകയാണ്. ഇവിടുത്തെ വേങ്ങാടിനെ ഈ മമ്പറത്തെ CPIMന്റെ നേതൃത്വത്തിൽ ആലോചിച്ച് ഞാൻ ചോദിക്കണോ CPMന്റെ ലോക്കൽ സെക്രട്ടറിയോട്, നിന്റെ വീട്ടിലോ അമ്മ, നിന്റെ വീട്ടിലോ പെങ്ങള്, നിന്റെ വീട്ടിലോ പെൺമക്കള് ഈ തെരുവ് പട്ടികളെ നിങ്ങൾ വീട്ടിൽ കയറ്റാൻ നിങ്ങൾക്ക് സാധിക്കുമോ? വൈകാരികമാണ് ഞങ്ങളുടെ ചോദ്യം. നരേന്ദ്രബാബുവിനെയും പ്രിയപ്പെട്ട ശിവേച്ചയെയും ഇതുപോലെ പകൽ നേരത്തിലും നഷ്ടമിരിക്കുന്ന ഈ തെരുവ് തൊഴിലാളികൾ അവന്റെ വീട്ടിലെ സ്ത്രീകള് എങ്ങനെ വിശ്വസിച്ചവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളും? മുഖം മറച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ട് ആ തെരുവ് തെമ്മാടികളെ ഒറ്റപ്പെടുത്തണം. കടയിൽ കയറ്റരുത്. സാധനം വാങ്ങാൻ വന്നാൽ ഒരു 2 മീറ്റർ അകലത്തിൽ നിൽക്കണം. ഇവരെയൊക്കെ കാണുമ്പോ ഒന്ന് മാറി നടക്കരുത്. മമ്പറത്തെ ഞാൻ സ്ത്രീകളോട് പറയാണ്, കയ്യിലും കഴുത്തിലൊക്കെ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ അത് പിടിച്ചു പറിക്കാൻ പോലും എന്താ പറയാ
അറിവോട് കൂടിയാണ് ഈ അക്രമം നടന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ പകൽ പോലെ വ്യക്തമാണ്. ആർക്കു വേണ്ടി? ഇന്നത്തെ ഞങ്ങളുടെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ പറ്റിയോ? തൊട്ടപ്പുറത്തെ കൈപോയി കിടക്കുന്നത് അത് പറയുമ്പോ അക്കൗണ്ടത്തിന്റെ കൈപോയി പുറത്താക്കാൻ നിന്ന് കഴിഞ്ഞാൽ മുൻ ജില്ലാ സെക്രട്ടറി മകനെ പുറത്താക്കേണ്ടി വരുന്നു. ഭീകരാണെന്ന് മകൻ ജയിലില്ലാതെ ഞാൻ ഇന്നലെ കണ്ടിട്ടില്ല. ആ പോലീസ് കോടതി മുന്നേറ്റം കരിങ്ങിനടിയിൽ പോയി കോൺഗ്രസിന്റെ പ്രതിരോധത്തിലെ ആശാദ് വായസാല തകർക്കാൻ പോയതാണ്. ഇവരൊക്കെ പൊട്ടിയാലാണ് പടക്കാണ്. പിണറായി പോലീസ് പറയാണ് പടക്കാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 2 മറ്റ് പടക്കാലത്ത് വിഷയം നിനക്ക് ആവശ്യമുണ്ട്, ഒന്ന് നോട്ടീസ് തരുമോ പിണറായി പോലീസ് കൃത്യമാണ് പൊട്ടിക്കാനാണ്. ഈ തെരുവ് തെമ്മാടി വെണ്ടുണ്ടായ കോൺഗ്രസിന്റെ ഓഫീസ് ഞാൻ പോയതാണ്. കോൺഗ്രസിന്റെ ഓഫീസ് തീരത്ത് നശിപ്പിച്ച കേസിലെ പ്രതിയാണ്. കാപ്പ നിയമപ്രകാരം ആദ്യ കോടതി നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ച് ആ നോട്ടീസിന്റെ പ്രൊസീജിയർ പൂർത്തിയാക്കി 4 കടത്തിയവരാണ്. ഇത്ര വലിയ ഗുണ്ട നമ്മൾ കാണാറ്. ഈ ഗുണ്ട വെച്ചത് ആരോ പറഞ്ഞു അങ്ങനെ അവരുടെ ശരീരത്തിൽ കോൺഗ്രസിന്റെ ചിഹ്നം ഉള്ളതുകൊണ്ട് ശരീരത്തിൽ കൈപ്പത്തി ചിഹ്നം വേണമെന്ന് തീരുമാനമാണ്. കൈപ്പത്തി വേണ്ട, ചിഹ്നം കാണാതെ പരാതി ഉണ്ടാവും. അങ്ങനെയാണ് എന്തെങ്കിലും ആവട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇത്ര ഗുരുതരമായ ഒരു വിഷയം ഉണ്ടായിട്ട് ഞാൻ ചോദിക്കട്ടെ, പടക്കമാണെങ്കിൽ എങ്ങനെയാണ് കൈപ്പത്തി തകരുന്നത്? പിണറായി പോലീസിന്റെ ഈ നാണംകെട്ട സമീപനം ഞാൻ പിണറായി പോലീസിന് സിഐയോടും എസ്ഐയോടും ഇതിനു വേണ്ടി കൊലത്ത് നടത്തുന്ന SHOയോടും അതുപോലെ തന്നെ റൈറ്ററോടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും പറയുന്നു, ഈ മാമാപ്പണി അത് കാക്കിയിട്ടിട്ട് വേണ്ട കേട്ടോ. അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ വാർഡുകൾക്ക് 36 വോട്ട് ചെയ്യാൻ വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി യാചിക്കാവുന്ന കമലാതിരിയുടെ ഒന്നിയത്തെ അച്ചുവെട്ടിൽ നിന്നല്ല നിങ്ങൾക്ക് മാസ ശമ്പളം തരുന്നത് എന്ന് ഈ പൊതുയോഗത്തിലൂടെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. 6 മാസക്കാലം കാത്തിരിക്കേണ്ട, ഭരണം മാറും. കാത്തിരിച്ചിട്ട് എല്ലാ കാലവും പിണറായി വിജയന്റെയും PCCയുടെയും ഇവിടുത്തെ CPMന്റെ ലോക്കൽ സെക്രട്ടറിയുടെയും ഏരിയ സെക്രട്ടറിയുടെയും സംരക്ഷണം കിട്ടുമെന്നൊന്നും പിണറായിലെ പോലീസുകാർ കരുതുന്ന എല്ലാ കാലത്തും ലോ ആൻഡ് ഓർഡർ നിങ്ങൾ ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധിയൊന്നും ഞങ്ങൾക്കില്ല. പോലീസിന് വേറെ പണിയുണ്ട്. അങ്ങ് തൃശ്ശൂരിലെ ഡോക്ടർമാരുടെ പട്ടിയെ കുറിപ്പിക്കുന്ന പണിയും കേരളത്തിലെ പോലീസ് എടുക്കേണ്ടി വരുമെന്ന് പങ്കുവരാണ് ഞങ്ങളെ സൂചിപ്പിക്കാൻ. ഞങ്ങൾ ഇതിന്റെയൊക്കെ പുറകെയുണ്ട്. കാരണം ഈ 10 വർഷക്കാലം കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് CPM നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച പണിയൊക്കെ അത് നിരത്തി തിരിച്ചു തരാൻ ഐക്യജനാധിപത്യ വേണ്ടിക്കും UDFനും രാഷ്ട്രീയപരമായ കരുത്ത് ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തുണ്ട്. 10 വർഷമായി അധികാരത്തിലില്ലാത്ത പാർട്ടിയാണ് ഇന്ന് 4 കോർപ്പറേഷൻ ഭരിക്കുന്നത്. 10 വർഷമായി അധികാരത്തിലില്ലാത്ത പാർട്ടിയാണ് ഇന്ന് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത്. 10 വർഷമായി അധികാരത്തിലില്ലാത്ത പാർട്ടിയാണ് ഇന്ന് കേരളത്തിനകത്ത് 510 പഞ്ചായത്തുകൾ ഈ കേരളത്തിൽ ഭരിക്കുന്നത്. 10 വർഷമായി അധികാരത്തിലില്ലാത്ത പാർട്ടിയാണ് ഇന്ന് ഭൂരിഭാഗം ബ്ലോക്ക് പഞ്ചായത്തുകൾ ഭരിക്കുന്നത്. ഒരു വർഷവും വേണ്ട 6 മാസക്കാലത്തിനപ്പുറത്തേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചവറ്റുകൊണ്ടേക്ക് പിണറായി വിജയൻ വലിച്ചെറിഞ്ഞ് ഐക്യജനാധിപത്യയുടെ ഭയം ഈ കേരളത്തിനകത്ത് വരും എന്നുള്ളത് പുഴലൂത്ത് നടത്തുന്നവരെ മുഴുവൻ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ഉപയോഗിക്കുക. AKGയുടെ പാർട്ടി, EMSന്റെ പാർട്ടി, പാലാരമാണ് പശുവിനെ വളർത്തിയിട്ട് വളർത്തിയെടുത്ത ദേശാവിനെ വളർത്തിയെടുത്ത പാലാരമാവിയുടെ പാർട്ടി, കുഞ്ചിയൻ സുരക്ഷകാരുടെ പാർട്ടി, പാലിക്കുന്നതിലെ രക്തസാക്ഷികളുടെ പാർട്ടി, തില്ലങ്കേരിയിലെ രക്തസാക്ഷികളുടെ പാർട്ടി, അതുപോലെ തന്നെ മലയമ്പതിലെ രക്തസാക്ഷികളുടെ പാർട്ടി, പുന്നപ്രവകാരുടെ പാർട്ടി. ആ പാർട്ടിയാണ് അന്നവർ അരിവാൾ പാർട്ടിയായിരുന്നു. ഇന്ന് അവർ വടിവാൾ പാർട്ടിയായി മാറുന്നത് കൊന്നോത്ത് പറമ്പിൽ നമ്മൾ കണ്ടു. വടിവാള് പിടിച്ചിട്ട് പോവാൻ കഴുത്തിന് വെക്കാൻ അവന്റെയൊക്കെ കഴുത്തിൽ ചുവന്ന തുണിയുണ്ട്, അവന്റെയൊക്കെ തലക്കകത്ത് ചുവന്ന തുണിയുണ്ട്. അവൻ ഒടിച്ചിരിക്കുന്നത് ചുവന്ന തുണിയാണ്. അവൻ പിടിച്ചിരിക്കുന്നത് അരിവാൾ സൈനിക നക്ഷത്രം മാലകൾ ചെയ്ത ചോര ചെങ്കൊടിയാണ്. ആ ചെങ്കൊടി പിടിച്ച് ഈ കടുത്ത തുണിയും തലയിൽ കെട്ടിയിട്ട് ഇവരിങ്ങനെ എന്താ പറയാ ചുവന്ന സംഘമായിട്ട് കുന്നോത്ത് പറമ്പിലെ വീടുകളൊക്കെ കയറി കഴിഞ്ഞിട്ട് വടിവാള് ഭീഷണിപ്പെടുത്തിയാണ്. ആരാണ് ഞങ്ങളെ തോൽപ്പിച്ചത്? ആരാണ് ഞങ്ങളെ തോൽപ്പിച്ചത്? തെരഞ്ഞെടുപ്പ് വരെ ഇവർ അരിവാൾ കാണിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മനുഷ്യന്റെ കരുത്തിൽ വടിവാളും. അതാണ് ഈ കണ്ണൂരിലെ കുന്നോത്ത് പറമ്പിലെ പാലാവും മറ്റു പരിസര പ്രദേശത്തും ഈ നാടകത്തെ തെളിയിച്ചത്. ജാതി പറഞ്ഞു നോക്കിയവർ, മതം പറഞ്ഞു നോക്കിയവർ, വർഗം പറഞ്ഞു നോക്കിയവർ, രാഷ്ട്രീയ പറഞ്ഞു നോക്കിയവർ തെരഞ്ഞെടുപ്പിനകത്ത് ഈ ജില്ലക്കകത്ത് എടുക്കേണ്ട പകല പണിയെടുത്തിട്ടും ഈ തെരഞ്ഞെടുപ്പിനകത്ത് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും നിലനിൽക്കാൻ
പോലത്തൊരു പാർട്ടി പൊതിച്ചോറിന്റെ കഥയാണ് അവർ പറഞ്ഞത്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ കൊലച്ചോറിന് വേണ്ടിയിട്ടാണ് ഈ നാടിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ആ കൊലയാളികൾ തള്ളിക്കൊലയാൻ ഈ സമയം വരെ CPM തയ്യാറായോ? എത്ര സ്ഥലത്ത് ബൂത്ത് പിടിച്ചു? താങ്കോൽ ആലപ്പുഴത്തിനകത്ത് പഞ്ചായത്തിനകത്ത് പരസ്യമായി നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പിനകത്ത് വോട്ട് ചെയ്യാൻ വന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ, മുസ്ലിം ലീഗിന്റെ അനുഭവ നേതാക്കന്മാരുടെ വീടുകളിലെ സ്ത്രീകളെ തെരഞ്ഞെടുപ്പിച്ചവരുടെ വസ്ത്രധാരണം നോക്കിയിട്ട്, അവരുടെ രൂപം നോക്കി, അവരുടെ ഭാവം നോക്കി, അവരുടെ നിറം നോക്കിയിട്ട് നിങ്ങൾ പേരിൽ തടഞ്ഞെടുക്കുന്നത് നിങ്ങൾ വോട്ട് ചെയ്യണ്ട. താങ്കോൽ ആലപ്പുഴയിൽ പറഞ്ഞു നിങ്ങൾ വോട്ട് ചെയ്യണ്ട. ഒരു സ്ഥലത്ത് പറഞ്ഞു മുസ്ലിം സ്ത്രീകളാണോ അവർ വോട്ട് ചെയ്യാൻ സാധ്യത മുസ്ലിം ലീഗിനാണ്, മുസ്ലിം സ്ത്രീകളാണോ അവർ വോട്ട് ചെയ്യാൻ സാധ്യത UDF-നാണ്, അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളാണ് താങ്കോൽ ആലപ്പുഴ പഞ്ചായത്ത് വോട്ട് ചെയ്യേണ്ട എന്ന തെറ്റൂരമായിരുന്നു അവിടുത്തെ ഈ നാടുകെട്ട ഇടതുപക്ഷ നേതാക്കന്മാർ ഇറക്കിയത്. അവർ ഏറ്റുകൊടുക്കുകയും രണ്ട് കൈയില്ലാത്തൊരു വൈശാഖികൾ, ആ രണ്ട് കൈയിലെ ദിവസം ചിത്രകാരനാണ് കാൽകൊണ്ട് ചിത്രം വരയ്ക്കും. ആ വൈശാഖ തെരഞ്ഞെടുപ്പിനകത്ത് നോമിനേഷൻ കൊടുത്തപ്പോ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് നോമിനേഷൻ കൊടുത്തപ്പോ ആ വൈശാഖ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ ഈ SIR-മായി ബന്ധപ്പെട്ട് BLOയുടെ കൂടെ പലപ്പോഴാണ് BLA കൂടുതൽ ഏജന്റ് കൂടിയായ വൈശാഖിയുടെ കൂടെ നടന്നു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ഒരു BLO അവിടെ ആത്മഹത്യ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കണം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ കൂടെ നടന്നു എന്ന പേരിൽ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു BLOയെ കെട്ടിത്തൂക്കിയ പാർട്ടി. നാണമുണ്ട് CPM-ന്? ശ്രീകണ്ഠാപുരത്ത് മത്സരം നിർത്തി, അവരുടെ പേര് രത്നാകരനാണ്. രത്നാകരൻ നമുക്ക് നല്ല പരിചയമുണ്ട്. ടൗൺ ACP ആയിരുന്നു. CPM-ന് വേണ്ടി വിട്ടുപണി ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അന്തസ്സില്ലാത്തവൻ, അഭിമാനമില്ലാത്തവൻ. ADM-ആയിരുന്ന അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായിരുന്നു നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയ CPM-നെയും CPM-ന്റെ ക്രിമിനലുകളെയും സംരക്ഷിക്കാൻ എല്ലാ പണിയുമെടുത്തവൻ. ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. മുൻകൂർ ജാമ്യം തള്ളിയതിനെ തുടർന്ന് എവിടെയാ പ്രത്യക്ഷപ്പെട്ടതെന്ന് ആർക്കും അറിയില്ല. AKD ആശുപത്രിയുടെ ഭാഗത്ത് ACP-യുടെ വണ്ടി ഇങ്ങനെ കീഴിപ്പാന്ന് നമ്മുടെ ബൈപ്പാസിലൂടെ പോകുന്നത് മാത്രമാണ് മാധ്യമങ്ങൾ കാണുന്നത്. രാഷ്ട്രീയ അട്ടിമറി ഈ നാട് ചർച്ച ചെയ്യുന്നതിന്റെ ഇടയിലാണ് ആ കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയ ACP പെൻഷൻ വാങ്ങാൻ തുടങ്ങിയിട്ടില്ല. അയാള് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉടനെ തന്നെ പിടിച്ചിട്ട് ശ്രീകണ്ഠാപുരത്തെ കോട്ടൂർ വാർഡിൽ നിർത്തിയിട്ട് മത്സരിപ്പിച്ചിട്ട് മുനിസിപ്പൽ ചെയർമാനാക്കാൻ CPM എടുത്തൊരു തീരുമാനമാണ്. ആരോടാണ് രാഷ്ട്രീയ നാടിന്റെ ഗതികെന്ന് പറയേണ്ടത്? ജനങ്ങൾ മനസ്സിലാക്കി, ജനം തിരിച്ചറിഞ്ഞു. ഇത് സകല പോലീസുകാർക്കുമുള്ള താക്കീതാണ്. CPM-ന് വിട്ടുപണി ചെയ്ത് ഭരണരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് താല്പര്യമെടുക്കുന്ന എല്ലാ പാർട്ടികളുമാർക്കുമുള്ള താക്കീതാണ്. മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ടീച്ചർ കാഴ്ചവെച്ചത് ഞാൻ സാന്ദർഭികമായി സ്വാഗതം ചെയ്യുകയാണ്. ജില്ലയിൽ മഹിളാ കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം തീർച്ചയായും ബഹുമാനിയായി നമ്മളെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നായകൻ ഈ അഭിമാന പോരാട്ടത്തിൽ നമ്മളെ പ്രാപ്തമാക്കിയ പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ കൊട്ടിയൂർ ഉൾപ്പെടെ ആറളം ഉൾപ്പെടെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് ഇരിക്കൂറിലെ സകല പഞ്ചായത്തുകളും പിടിച്ചെടുക്കാൻ ഈ ജില്ലയിൽ ഈ സംസ്ഥാനത്ത് അഹോരാത്രം കഷ്ടപ്പെട്ട് പണിയെടുത്തോടി നടക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ നായകരുടെ വാക്കുകളുടെ സൗന്ദര്യം കൊണ്ട് കേരളത്തെ കീഴടക്കിയ കേരളത്തിലെ കോൺഗ്രസിന്റെ സമരനായകൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഊർജ്ജസ്വലനായ സംഘാടകൻ, അമലക്കാരൻ, പ്രിയപ്പെട്ട KPCC-യുടെ സർവോദരണീയനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. പ്രിയമുള്ളവരെ, ഈ മമ്പലത്തെ ഈ വലിയ പ്രതിഷേധത്തെ അഭിവാദ്യം ചെയ്യാൻ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സാന്ദർഭികമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വിജയം അത് പ്രിയപ്പെട്ട KPCC പ്രസിഡന്റിന്റെ വിജയമാണ്, ഈ പാർട്ടിയുടെ വിജയമാണ്, ഈ മുന്നണിയുടെ വിജയമാണ്, ഈ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഓരോ കക്ഷികളുടെ വിജയമാണ്. തീർച്ചയായും നമ്മൾ നടക്കും പേരാവൂരിന്റെ നായകൻ കേരളത്തിനകത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ ശ്രദ്ധിക്കുന്നത് വരെയുള്ള പോരാട്ടത്തിൽ പ്രിയപ്പെട്ടവരെ വിഷമമില്ലാതെ നമ്മളെ നയിക്കുമെന്ന കാര്യത്തിനകത്ത് ഒരു തർക്കമില്ല. ആ പ്രിയപ്പെട്ട നായകൻ കടന്നു വന്നിരിക്കുകയാണ്. മമ്പലം ടൗണിൽ വെച്ച് പ്രിയപ്പെട്ട നരേന്ദ്രബാബുവിനെ, പ്രിയപ്പെട്ട ശ്രീരേഖയെ, നമ്മുടെ സഹപ്രവർത്തകരെ ആക്രമിക്കുമ്പോ അദ്ദേഹം ഓടിയെത്തുകയാണ്. ഇത് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ കരുത്ത്. പ്രവർത്തകരെ വലിയാളാടമാക്കുന്ന ഒരു രാഷ്ട്രീയ നടപടിയും കോൺഗ്രസ് സ്വീകരിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ്